കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ, അതായത് UDF അധികാരത്തിലെത്തിയാൽ, 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോഴേയുള്ള തർക്കം. പാർട്ടി പുനഃസംഘടന ഒരു വഴിക്ക് തകരാറിലാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രി ആരാകും? VD സതീശൻ പറയുന്നു, ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ തന്നെ ആകണം മുഖ്യമന്ത്രി, കാരണം പ്രതിപക്ഷ നേതാവ് ഞാനാണല്ലോ, ഞാൻ കഴിഞ്ഞു മതി മറ്റാരെങ്കിലും പരിഗണിക്കേണ്ടതെന്നാണ് VD സതീശൻ്റെ ഭാവം. എന്നാൽ VD സതീശൻ കഷ്ടകാലം കൊണ്ട് എന്ത് ചെയ്യാൻ? സമുദായ നേതാക്കൾ VD സതീശനെ പടിയടച്ച് പിണ്ടം വച്ചു. NSS പടിയടച്ചു. SNDP പറഞ്ഞു. SNDP നേതാവ് പറയുന്നത് പക്വതയില്ലാത്ത നാവിൻ്റെ ഉടമയാണ് VD സതീശൻ എന്നാണ്. രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും പക്വതയുള്ള നേതാവ്, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനും രമേശ് ചെന്നിത്തല തന്നെ എന്നാണ് SNDP യോഗത്തിൻ്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ NSSും പറയുന്നു VD സതീശൻ ശരിയാവില്ല. VD സതീശൻ്റെ സെൽഫിഷ്നെസ്, സ്വാർത്ഥത, താൻപരിമ, അതൊന്നും NSSന് ചേർന്നതല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് നേരത്തെ NSS ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതൊക്കെ. വീണ്ടും NSS രമേശ് ചെന്നിത്തലയെ 11 വർഷത്തിന് ശേഷം വിളിക്കുകയാണ്. മന്നം ജയന്തിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി മുഖ്യ പ്രഭാഷകനായി വിളിക്കുന്നു. അതുപോലെ തന്നെ SNDPയുടെ ശിവഗിരി തീർത്ഥാടന സമയത്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യാനും രമേശ് ചെന്നിത്തല ക്ഷണിക്കപ്പെടുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഏറ്റവും യോഗ്യനാണ് എന്ന് സമുദായ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുകയാണ്. എന്നാൽ മുരളീധരൻ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ്, അല്ലാതെ ഇവിടെയുള്ള നേതാക്കളും സമുദായ സംഘടനകളുമൊന്നുമല്ല. അവർ ഇവിടെ ആദ്യം വേണ്ടത് എന്താണ്? ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കണം, UDF വിജയിക്കണം, കോൺഗ്രസ് വിജയിക്കണം. അതിനിനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ, ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ ഇങ്ങനെയുള്ള മുഖ്യമന്ത്രി ആരാകും, ഞാനാകും മുഖ്യമന്ത്രി എന്ന തരത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് പക്വമായ മറുപടിയിലൂടെ തിരിച്ചടിച്ചിരിക്കുകയാണ് മുരളീധരൻ. രമേശ് ചെന്നിത്തലയ്ക്കും സുധാകരനും മുരളീധരൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു. സുധാകരന് AK ആന്റണിയും ചെന്നിത്തലയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു. സുധാകരന് പിന്നെ മറ്റൊരു കാര്യം മുരളീധരൻ പറഞ്ഞത്, സുധാകരനെ പിന്തുണച്ചുകൊണ്ട് മോൻസൺ മാവുങ്കലിൻ്റെ വിഷയം അറിയാമല്ലോ, ഒരു പീഡനക്കേസിൽ സുധാകരനെ പെടുത്തിയത്, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കൂടി മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ VD സതീശൻ എന്ന് പറയുന്ന ഒറ്റയാൻ ഇവിടെ കോൺഗ്രസിൽ ഏറ്റവും അനഭിമതനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന് തെളിവ് കൂടിയാണിത്. നമുക്കറിയാം, കഴിഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ VD സതീശൻ പറഞ്ഞത് VD സതീശൻ്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രം, തൻ്റെ പ്രവർത്തന മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ, ഈ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിനും UDFനും തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞത് എന്നായിരുന്നു VD സതീശൻ്റെ വാദം. അത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയൊക്കെ ഇക്കാര്യം VD സതീശൻ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നെ VD സതീശനൊപ്പം നിൽക്കുന്ന ന്യൂജൻ MLA മാർ, ഒരു 5-10 MLA മാർ VD സതീശനൊപ്പമുണ്ട്. അവരുടെ പവർ കണ്ടിട്ട് കൂടിയാണ് VD സതീശൻ ഇങ്ങനെ ഏകാധിപതിയായി ഇങ്ങനെ വിലസുന്നത്. എന്നാൽ ഏകാധിപതിയായി വിലസുന്ന VD സതീശന് നേരെ വിരൽ ചൂണ്ടി ചാണ്ടി ഉമ്മനാണ് ചോദ്യമുയർത്തിയത്. എന്തുകൊണ്ട് എന്നെ തടയുന്നു? ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണോ? ഉമ്മൻചാണ്ടിയുടെ മകനെന്ന പരിഗണന പോലും എനിക്ക് തരുന്നില്ലല്ലോ, എന്നെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് മാറ്റുന്നു, എന്നെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് പുറത്തിറക്കി വിടുന്നു, അച്ഛൻ്റെ കല്ലറയിൽ നിന്നൊരു പടം മാറ്റി വയ്ക്കുന്നതിന് പോലും എന്നെ അനുവദിക്കുന്നില്ല, സൈബർ ഗുണ്ടകളെ കൊണ്ട് എന്നെ നിരന്തരം ആക്ഷേപിക്കുന്നു, കടന്നാക്രമിക്കുന്നു, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന വ്യംഗ്യം വരുന്ന തരത്തിൽ ചാണ്ടി ഉമ്മൻ പ്രതിഷേധിച്ച് തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ യുവ MLA-മാരുടെ ഇടയിലും VD സതീശന് എതിരെയുള്ള പടയൊരുക്കം നടക്കുന്നുണ്ട് എന്ന പരമസത്യം ചെന്നിത്തല മനസ്സിലാക്കുന്നത്. അതുവരെ ചെന്നിത്തല VD സതീശനെ പരോക്ഷമായി പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 15 മാസം കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പിടിച്ചാൽ മാത്രമേ ചെന്നിത്തലയ്ക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. ചെന്നിത്തല മഹാരാഷ്ട്രയിൽ പോയി കുളം തോണ്ടി, അതൊരു ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഒരു കുറവായി നിൽക്കുമ്പോഴും ചെന്നിത്തല കേരളത്തിൽ കളം പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുരളീധരൻ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനിക്കും ഇവിടെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അതിന് വാങ്ങിവെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചേരെ എന്ന് VD സതീശനോട് പറയാതെ പറയുകയാണ് മുരളീധരൻ.